ഞാൻ പോകുന്നേ. ആ മോനെ പോയിട്ട് വാടാ മോനെ. ഉമ്മ ഞാൻ ഉമ്മൻ തരാൻ മറന്നുപോയി. പിന്നെണ്ടല്ലോ നന്നായി പഠിക്കണേ, ടീച്ചർമാർ പറയുന്നതൊക്കെ കേൾക്കണേ. പോയിട്ട് വാ മോനെ, നോക്കിപ്പോണേ. ടാറ്റാ. ഉമ്മ ഞാൻ വന്നു. ഇന്ന് കൊറേ ഹോംവർക്കുണ്ട്. ഉമ്മ ഉമ്മ ഇന്ന് എനിക്ക് കൊറേ ഹോംവർക്ക് ഉണ്ട്. ഇന്നില്ലേ പുഷ്പ ടീച്ചർ എനിക്ക് സയൻസ് പഠിപ്പിച്ചപ്പോ എന്നോട് ചോദ്യം ചോദിച്ചു. എനിക്കത് കിട്ടി ഉമ്മ. ആ മിടുക്കൻ മോൻ വീട്ടിൽ വന്ന് നന്നായി പഠിക്കാറില്ലേ? അതുകൊണ്ടാ നന്നായി പഠിക്കണം കേട്ടോ. എനിക്ക് എല്ലാ ടീച്ചറും ഇഷ്ടാ ഉമ്മ. ആ മോനെ ക്ലാസ്സെല്ലാം അടിപൊളിയായി പോന്നില്ലേ? എനിക്ക് കൊറേ ഹോംവർക്ക് ഉണ്ട്. ഞാൻ കുളിക്കട്ടെ ഉമ്മ. ഓക്കെടാ. ഉമ്മ എനിക്കൊരു സംശയം. എന്താ മോനെ? എന്താണ് കമ്പൊട്ടിക്കൽ? നല്ല മോനെ, വായനയിൽ ഇങ്ങനെ വരുന്ന സംശയങ്ങളൊക്കെ മോൻ ചോദിക്കണം കേട്ടോ. ഉമ്മ ഇപ്പം പറഞ്ഞു തരാം. ഉമ്മ എനിക്ക് വലിയ ഹോംവർക്ക് ഉണ്ട്. വേഗം പോയി കുളിക്കാം. നീ വന്നേ. ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? എന്റെ പേരെന്തോ? നീ ആരും വിളിച്ചാലും ഇങ്ങനെ പോകും. ഉഷാറില്ലാത്ത എനിക്ക് ഒന്നുമില്ല. എന്നാലും എന്തോ ഉണ്ടല്ലോ. ഞാൻ പോകട്ടെ. നിന്നെ വരുമോ? എനിക്ക് ഉഷാറാവുന്നൊരു മുട്ടായി അർത്ഥം പറഞ്ഞിട്ടുണ്ട്. വഴിയിൽ കാണുന്ന ആരോടും മുട്ടായി വാങ്ങിക്കരുത്. വഴിയിൽ കാണുന്നതല്ലല്ലോടോ, നമ്മൾ ഒരു സ്കൂളിലല്ലേ അല്ലെങ്കിൽ. തരട്ടെ, കഴിച്ചോക്കെ. ഇതെന്താ ഇങ്ങനെ? ഇതിങ്ങനെയാ, ലേശം വിലപിടിപ്പുള്ളതാ. ഇത് കഴിക്കുമ്പോൾ എന്താ എനിക്ക് നക്ഷത്രം ചുറ്റുന്നത് പോലെ. എങ്ങനെയുണ്ട്? നല്ലതാ. എനിക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? ഇന്നല്ല നാളെയല്ല, എല്ലാ ദിവസവും തരാം കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഞാനോ നീയോ അല്ലാതെ വേറൊരാൾ ഇത് അറിയരുത്. ഞാൻ പോട്ടെ. അല്ല, ഇത് തീർന്നാൽ ഞാൻ എന്താക്കും? ഇന്നത്തേക്കുള്ളത് ഇതിലുണ്ട്, നാളെ നീ വാ. പക്ഷെ നാളെ വരുമ്പോൾ എന്തെങ്കിലും ഇങ്ങോട്ട് കൂടി തരണം. എന്നാൽ ഞാൻ പോകട്ടെ. മോനെ നീ വന്നോ? എന്താ മോനെ ഇന്ന് ഉമ്മ ഒന്നും വിളിക്കാതിരുന്നത്? സിനാനെ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് തലവേദന. ഒരു ഗ്ലാസ് ചായ താ. നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ. തലവേദന ഉണ്ടെങ്കിലും സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചല്ലേ നീ ഇവിടെ ഇരിക്കുന്നത്. ഇന്നെന്താ എന്റെ മോന് പറ്റിയത്? ഉമ്മ ചായ എടുത്തു കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഞാനോ നീയോ അല്ലാതെ വേറൊരാൾ ഇത് അറിയരുത്. ഇന്ന് ചായ? എനിക്കിപ്പം ചായ വേണ്ട. മോനെ നീയല്ലേ ചായ ചോദിച്ചത്. മോനെ എനിക്ക് എന്ത് പറ്റിയടാ? വേഗം താ മോനെ, ഉമ്മ വേഗം വെക്കാം. നീ എന്താ ഇങ്ങനെയൊക്കെ? നീ ദിവസവും ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. സിനാൻ, നീ കുളിച്ച മോനെ? ഞാനിപ്പം കുളിക്കുന്നില്ല മോനെ. ആ വേഗം ഇങ്ങ് താടാ. ഞാൻ വെക്കമ്മ. ഇത് എന്തു പറ്റി ഇവന്? വേഗം കുളിക്കട്ടോ. സിനാനെ, ഉമ്മ ഒന്ന്
ഒന്നുമില്ല മോനെ, വെറുതെ വിളിച്ചതാ. ആ എന്റെ ലോകമേ മാറി. എന്ത് സുഖം. സിനാനെ, മോനെക്ക് ഒരുപാട് ഹോംവർക്ക് ഇല്ല, അതൊന്നും നീ ചെയ്യുന്നില്ല? എനക്കിന്ന് ഒരു ഹോംവർക്കും ഇല്ലേ? നീ എന്താ മോനെ ഇങ്ങനെ? ഹോംവർക്ക് ഒരുപാടുണ്ട്, അത് ചെയ്. എനിക്കില്ല. മോനെ സിനാനെ, എന്താ പറ്റിയത് എന്റെ മോനെ? എനിക്ക് തലവേദന, ഞാൻ കുറിച്ച് ഉറങ്ങട്ടെ. നീ 2 ദിവസമായല്ലോ തലവേദന പറയുന്നു. നിനക്ക് എന്ത് പറ്റി? നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. സിനാനെ എഴുന്നേറ്റേ. മോനെ സിനാനെ. ഉമ്മ ഞാൻ കുറിച്ച് ഉറങ്ങട്ടെ. ആ, നീ എന്താന്ന് വിചാരിച്ച ചെയ്. ഇത് തീർന്നു, എനിക്കിത് വേണം. എന്താ ഇതിന്റെ പുറകെ വിളിച്ചേ? ഇത് കഴിഞ്ഞാൽ എന്നെ വിളിക്കൂ. ഫോൺ നമ്പർ. ഹലോ, ഇന്ന് മിനിയാന്നൊരു മുട്ടായി തന്നില്ലേ, അവരല്ലേ? സിനാനാണ്. എനിക്ക് എത്ര പെട്ടെന്ന് തരും, എനിക്കിതില്ലാതാവുന്നില്ല. പൈസയോ? ഞാൻ ഇനി എവിടെ നിന്നുണ്ടാക്കും പൈസ? നാളെ നിങ്ങൾ എങ്ങനെയെങ്കിലും സെറ്റാക്കുമോ? ആ, ഞാൻ ചോദിച്ചു നോക്കാം. ആ ശരി. ഉമ്മ, എനിക്കൊരു 500 രൂപ വേണം, PTA ഫണ്ട് കൊടുക്കാനാ. ടീച്ചർ ഒന്നും പറഞ്ഞില്ലല്ലോ. ടീച്ചർ PTA ഫണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇടുവല്ലോ. എന്നോട് ഇന്നലെ പറഞ്ഞു ഗ്രൂപ്പിലൊന്നുമില്ല പറഞ്ഞ. എനിക്കിപ്പോ അതെന്താ അത് മാത്രം ഗ്രൂപ്പിൽ ഇടാത്തത്? ഇപ്പോഴെന്താ PTA ഫണ്ട്? സ്കൂൾ തുറന്നതേലുള്ളൂ. അത് ഇട്ടില്ല. ആ, ഞാൻ ടീച്ചറെ വിളിച്ചു ചോദിച്ചിട്ട് തരാം. ഉമ്മ ഇപ്പെന്താ എന്നെ ഇന്ന് കലമ്പും ഉമ്മ. ആ, നോക്കട്ടെ ഞാൻ ഉണ്ടോന്ന്. ഇന്ന് 500 രൂപ. ബാക്കി 100 രൂപ കൊണ്ടുവരണേ. ആ, ഇതാണ് 500 രൂപ. എനിക്ക് മരുന്ന് പെട്ടെന്നില്ല, എനിക്കതില്ലാതാകുന്നില്ല. എന്തിനാ എനിക്ക് ഇങ്ങോട്ടല്ലേ എന്നെ വിളിച്ചേ? ഇതാണ് നിങ്ങളുടെ വീട്? സിനാമോന്റെ ടീച്ചറാണല്ലോ വിളിക്കുന്നത്. എന്തായിരുന്നു കാര്യം? ഹലോ. ഹലോ, ആ, സിനാൻ്റെ ഉമ്മയല്ലേ? അത് ടീച്ചർ സിനാന്റെ ഉമ്മയാണ്. അതെ, സിനാനി 2 ദിവസമായിട്ട് ക്ലാസ്സിലല്ലോ ഉഷാറൊന്നുമില്ലല്ലോ, എന്ത് പറ്റിയതാ? ടീച്ചറെ, വീട്ടിലും അവൻ അങ്ങനെയാ ടീച്ചറെ. 2 ദിവസമായിട്ട് ഒരു ഉഷാറുമില്ല ടീച്ചറെ. അവർ തലവേദന ആണെന്നാ പറയുന്നേ. ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ തലവേദനയാണ്, തല കറങ്ങുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഉഷാറില്ല, അല്ലെങ്കിൽ എപ്പോഴും എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്നല്ലോ, ഒരു ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു. ഓ അതെയോ ടീച്ചർ? എനിക്കറിയില്ല ടീച്ചർ, അവൻ ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. ആ, പിന്നെ ടീച്ചർ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ടീച്ചറെ, PTA ഫണ്ട് എന്ന് പറഞ്ഞ് ടീച്ചർ 400 രൂപ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അയ്യോ ടീച്ചർ, ഇന്ന് രാവിലെ മോൻ 400 രൂപ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് അവനിവിടെ തന്നിട്ടുമില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഓക്കെ ടീച്ചറെ, ഞാൻ അന്വേഷിക്കട്ടെ കാര്യങ്ങള്. അന്വേഷിച്ചിട്ട് ടീച്ചർ. മോനെ സിനാനെ, മോനെ മോനോട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് മോനെ. മോനെ, നീ ഇന്ന് 400 രൂപ മേടിച്ചിട്ട് എന്താ ചെയ്തേ? എന്റെ മോൻ പറ, ഉമ്മാനോട് പറ. എന്റെ പൊന്നുമോൻ ഉമ്മാനോട് ഇതുവരെ ഒരു നുണ പറഞ്ഞിട്ടില്ല. എന്റെ പൊന്നുമോന് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താ ചെയ്തത് എന്റെ പൊന്നുമോൻ 400 രൂപ? അല്ല, എന്റെ മോന് കരയേണ്ട പൊന്നെ, ഉമ്മാന്റെ പൊന്നല്ലേ. ഉമ്മാവും മോനും അത്ര ഫ്രണ്ട്സ് അല്ലേ. അപ്പൊ എന്റെ മോനെ ഉമ്മ 2 ദിവസമായി ശ്രദ്ധിക്കുന്നു. എന്റെ പൊന്നുമോന് എന്താ പറ്റിയത്? മോന് വീട്ടിൽ ആക്റ്റീവ് അല്ല. ടീച്ചറെയും ഞാൻ വിളിച്ചു, സ്കൂളിലും ആക്റ്റീവ് അല്ല. എനിക്ക് ഇന്നലെ വഴിയിൽ ഒരാളെ കണ്ടു, അയാൾ എനിക്കൊരു മരുന്ന് അറിയാതെ കാര്യങ്ങൾ പറയും. മോന് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഉമ്മ ഇല്ലേ കൂടെ? എന്താരാ വഴിയിൽ നിന്ന് എന്താ തന്നെ? നോക്കട്ടെ മോന് സമാധാനം. ഉമ്മ ഇല്ലേ എന്റെ മോന്റെ കൂടെ? ആരാ എന്ത് തന്നത്? മരുന്നോ? അതൊന്ന് മോൻ കാണിച്ചേ നോക്കട്ടെ.
ഇതാണോ? മോനെ ഉമ്മ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും പറയാല്ലേ ഒരാള് തന്നെ മിഠായി വാങ്ങി കഴിക്കരുത് മോനെ, ഇത് ലഹരിയാണ് മോനെ. നീ അല്ലാതാക്കുന്ന വെറും ലഹരി. മോനൊന്ന് ചിന്തിച്ചു നോക്കിയേ. മോൻ മാത്രമേ ഉള്ളൂ ഉമ്മാക്ക്, വേറെ ആരാ ഉള്ളത് ഉമ്മാക്ക്? എൻ്റെ പൊന്നുമോൻ പഠിച്ച് വലിയ ആളായി നല്ല നിലയിലെത്തിക്കാൻ അല്ലേ ഉമ്മ ഈ ശ്രമിക്കുന്നത്? എൻ്റെ പൊന്നുമോനെ ഈ വലയിലൊക്കെ പെടാവോ? എൻ്റെ പൊന്നുമോൻ കരയേണ്ട മുത്തേ. എൻ്റെ മോന് ഉമ്മ ഉണ്ട്. മോന് ഇങ്ങനെ ഒരാള് തരുന്ന മരുന്നും ഒന്നും വാങ്ങി കഴിക്കരുട്ടോ. ഇനി ഞാൻ ചെയ്യില്ല അമ്മ. എൻ്റെ പൊന്നുമോനെ. മോനെ ഇതായിരുന്നല്ലോ ഉമ്മ വാങ്ങിച്ചെന്നേ. മോനെ ഇനി മോൻ ആര് തന്നാലും മുട്ടായി വാങ്ങിക്കല്ലേ, നല്ല മോനാകണേ. വാ നമുക്ക് കളിക്കാം. ലഹരി എന്ന ചതിക്കുഴിയിൽ നമ്മൾ വീഴാൻ പാടില്ല. ആര് എന്ത് തന്നാലും നമ്മൾ അത് വാങ്ങിക്കരുത്. നമ്മൾ വിദ്യാർത്ഥികളാണ്, പഠിച്ചു വളരണം.